നമ്മൾക്ക് മഹാന്മാരുടെ കാവലില്ലാതെ നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കൂ. കുറേ കാലം മുമ്പുള്ള നോക്കണ്ട, ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള ഓരോ മഹാന്മാരെ അവരുടെ മരണം ഒന്നിക്കൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച. എല്ലാവരും ദുആ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ വഫാത്തായത് തിങ്കളാഴ്ച, റസൂൽ വഫാത്തായത് തിങ്കളാഴ്ച. സിദ്ദീഖുൽ അക്ബർ അങ്ങനെ ദുആ ചെയ്തു. കണീദ് ഉസ്താദ് ദുആ എങ്ങനെയാണ്? പഠിച്ചോനെ റസൂൽ വഫാത്തായത് തിങ്കളാഴ്ച, സിദ്ദീഖുൽ അക്ബർ വഫാത്തായ തിങ്കളാഴ്ച. എന്നെ തിങ്കളാഴ്ച മരിപ്പിക്കണേ പറഞ്ഞു. തിങ്കളാഴ്ച എന്നെ വഫാത്തായി. കലിമ ചൊല്ലി നല്ല സമയത്ത് സന്തോഷത്തോടെ റാഹത്തോടെ പുഞ്ചിരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഒരു യാത്ര പറഞ്ഞു പിരിഞ്ഞത് പോലെയാണ് എല്ലാ മഹാന്മാരും പിരിഞ്ഞത്. അതുകൊണ്ട് നമ്മൾക്കും ആ നിലക്കുള്ള ഒരു മരണമുണ്ടാവണം. ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴത്തെ മരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്, സമയമില്ല. യുവാക്കളാണ് മരണപ്പെട്ടു പോകുന്നത്, ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ. എല്ലാവിധ ആപത്തുകളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഉമ്മമാരെ പ്രത്യേകിച്ചിട്ട് അള്ളാഹുവെ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ, ആരോഗ്യം നൽകണേ റഹ്മാൻ, ദീർഘായുസ്സ് നൽകണേ അള്ളാഹു. പടച്ച റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒന്നിനും കൈവില്ലാത്തവരാണ് റബ്ബേ. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീങ്ങളെ നാമം ഉച്ചരിച്ച മജ്ലിസാണ്. മഹാനായ ശൈഖുനാ ശംസുലമായി തങ്ങളെ മദ്ഹ് ഓതിയ മജ്ലിസാണ്. അല്ലാഹുവേ, ഔലിയാക്കന്മാരുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. അത് കാരണം കൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാകണേ അല്ലാഹുവേ. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ പഠിച്ചോനെ. ഞങ്ങളുടെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ, മക്കളെ ജോലിയിൽ പ്രവാസികളായ ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട്, ജ്യേഷ്ഠാജന്മാരുണ്ട്, മക്കളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ജോലിയില്ലാത്ത പ്രയാസപ്പെടുന്നവരുണ്ട്. പടച്ച റബ്ബേ, എല്ലാവരുടെ ജോലിയിലും കച്ചവടങ്ങളിലും വീട്ടിലും കുടുംബത്തിലും നീ ഐശ്വര്യവും ബറക്കത്തും പ്രദാനം ചെയ്യണേ പഠിച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർ, വാപ്പന്മാർ, ബന്ധപ്പെട്ട ആളുകൾ അവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസ്, ഞങ്ങളെ അദാബ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ. ഹൗദുൽ കൗസറിൽ നിന്ന് തങ്ങൾ വെള്ളം കോരി കൊടുക്കുമ്പോൾ ഞങ്ങൾ 2 കൈ കൊണ്ട് വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദാനങ്ങളും ധർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിലേക്ക് വരുന്ന സകല ആഫത്തുകളും മുസീബത്തുകളും നീ തട്ടി നീക്കണേ അല്ലാ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണ് പഠിച്ചോനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും ഐബുകളും കുറവുകളും നീ മറക്കണേ അല്ലാ. ഞങ്ങൾ നീ ഫദീഹത്തിലാക്കല്ല അല്ലാ, വഷളാക്കല്ല അല്ലാ. വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ, സാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. പഠിച്ചോനെ അല്ലാഹുവേ, രോഗശയ്യയിൽ കിടക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. അവരുടെ രോഗങ്ങളെ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ മശായിഖന്മാർ, ഔലിയാക്കൾ, അംബിയാക്കൾ, സജ്ജനങ്ങൾ, സാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. രോഗം നൽകിയിട്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല പഠിച്ചോനെ. മാരകമായ രോഗം തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ. ക്യാൻസർ പോലെയുള്ള രോഗം നൽകിയിട്ട് അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന രോഗം നൽകിയിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല. ഞങ്ങളെ ഉമ്മമാര്, യശാന്മാര്, സഹോദരിമാര്, ഭാര്യമാര് ആരെയും നീ പരീക്ഷിക്കല്ല പടച്ചോനെ. സാഹിര്യങ്ങൾ, സിഹറുകൾ, കണ്ണേറുകൾ, അനിമീങ്ങൾ, ഫാസിക്കങ്ങൾ, ഭാഷ്യശക്തികൾ, എല്ലാവിധ വഞ്ചനകളും കുതന്ത്രങ്ങളും തൊട്ട് ഞങ്ങളെയും വീട്ടുകാരെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളെ മദദ് നൽകണേ അല്ലാ. വല്ലക്കായ തങ്ങൾ മുതൽക്കുള്ള എല്ലാ മശായിഖന്മാർ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മഹാനായ വിശിഷ്ടമഹാനായ സംസരമായി തങ്ങളെ മദദ്, അവരുടെ സഹായം ഞങ്ങളിലേക്ക്, കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ, ശിഷ്യന്മാരെ നന്നാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണം.
ഹാഫിദീങ്ങളാക്കണം, അലിമീങ്ങളാക്കണം. മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളുടെ നാവിനെ നീ ദാക്കിരീങ്ങളെ നാവാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. എല്ലാ ബേജാറുകളും ദുഃഖങ്ങളും നീ അകറ്റണേ അല്ലാ. പടച്ചോനെ, നിന്റെ താഴത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പെട്ടെന്ന് ബാധ്യതകൾ ബാക്കി വെച്ച് ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചറമ്പേ, ഞങ്ങളെ മക്കളെ നീ യതീമാക്കല്ല അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ല റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ലാ. എത്രയോ ആളുകൾ പടച്ചോനെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഡോക്ടർമാരും വൈദ്യന്മാരും മരുന്നുകളൊക്കെ കാരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ഷാഫി നീയാണ് അല്ലാ. ശിഫ നൽകുന്നവൻ നീയാണ്. മരുന്ന് നിന്റെ അടുക്കലാണ് റബ്ബേ. നീ ശിഫയാക്കണേ അല്ലാ. രോഗം തന്നിട്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. ദാരിദ്ര്യം തന്നിട്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. പഠിച്ചോനെ, ഞങ്ങളിവിടെ പറഞ്ഞത് മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രങ്ങളാണ്. അവരൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് മൗത്തായിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് അങ്ങ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ശീരുണി നൽകിയിട്ട് സംഭാവനകൾ നൽകിയിട്ട് അവരോടുള്ള മഹബത്ത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിൽക്കുന്നത്, ആമീൻ പറയുന്നത്. അല്ലാഹുവേ, ഈ ദുആ ചെയ്യുന്നവൻ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ആമീൻ പറയുന്നവരെ കൂട്ടത്തിൽ ചെറിയ മക്കളുണ്ട്, സഹോദരിമാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്. അല്ലാ, നീ ആമീൻ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. നീ തട്ടിക്കളയല്ലേ, ഖായിബായി കളയല്ലേ റബ്ബേ. ഞങ്ങൾ ചെയ്ത പാവം കാരണം, ദോഷം കാരണം ഞങ്ങളിലേക്ക് നീ തിരിച്ചു കളയല്ല റബ്ബേ. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഇലാഹാണ്, ഖാലിഖാണ്, റാസിഖാണ്. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഭാവികളായ ആഖിറത്തുമാനിൻ്റെ ചവറുകളാണ്, ചണ്ടികളാണ് റബ്ബേ. ഞങ്ങൾ നിന്റെ ഭാവികളായ അടിമകളാണ്. നീ ഞങ്ങളുടെ ഇലാഹാണ്, ഖാലിഖാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിൽ നിന്നോടല്ലാതെ പിന്നെ ആരോട് ഞങ്ങൾക്ക് ചോദിക്കാനാണ് പടച്ചോനെ. മഹാന്മാരായ അസ്ഹാബിന്റെ വികാതരീങ്ങളെ ബറക്കത്തുകൊണ്ട്, ശംസുലമാന്റെ ബറക്കത്തുകൊണ്ട്, എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ദുആ ആമീൻ നീ കബൂൽ ചെയ്യണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ. എപ്പോഴും അല്ലാഹുവേ സലാത്തും ദിക്റും തസ്ബീഹും തഹ്രീരും പതിവാക്കാനുള്ള തൗഫീഖ് നൽകണേ പടച്ചോനെ. ഹദ്ദാദ് റതീബ് പതിവാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ വഫാത്തായത്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സംസ്ഥയുടെ പ്രസിഡന്റായിരുന്നു. 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൗത്താകുന്നു. ഇങ്ങനെ ഓരോ മഹാത്മാക്കളും ഹദ്ദാദ് പതിവാക്കിയതുകൊണ്ട്, സലാത്ത് പതിവാക്കിയതുകൊണ്ട് അവരുടെ അവസാന വാക്ക് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ജോലി ഞങ്ങൾ ചെയ്യുന്നവരാണ് റബ്ബേ. അവരെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ അല്ലാ.
അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ, ഹദിയ നൽകിയവർ, ദാനധർമ്മങ്ങൾ ചെയ്തവർ, ഭക്ഷണം ചെയ്തവർ, ഇതിനു വേണ്ടി സഹായിച്ചവർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, യുവാക്കള്, മക്കള്, എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ തങ്ങൾ സയ്യിദ് ഉസ്താദ്, തങ്ങൾ ഉസ്താദ് വർഗൾ, ഇവിടെയുള്ള ഉസ്താദന്മാർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, SKSFിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെയും ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സംഘാടകർ എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഏറെ ആവശ്യമായി വരുന്ന മഹ്ശറയിൽ ഇതിൻ്റെ തക്കതായ പ്രതിഫലം നൽകണേ റബ്ബേ. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ, സാലിഹീങ്ങളെ കൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉമ്മമാർ, ജ്യേഷ്ഠന്മാർ, മക്കൾ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.